ജീവന്റെ വചനം മാർച്ച് 2025. പരസ്പരം സഹായിച്ച് നമുക്ക് നല്ലൊരു തുടക്കം കുറിക്കാം. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? ലൂക്ക 6:41. ഈശോ പറയുന്ന വചനങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കുവാൻ ഒരുപാട് പേർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അതിനാൽ പലരും അവിടുത്തെ അനുഗമിച്ചു. എന്നാൽ ചിലപ്പോഴൊക്കെ ഈശോ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. ഒരു ദിവസം ഈശോ അവരോട് ശത്രുക്കളെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും പറഞ്ഞു. യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. ഈശോ തുടർന്നു, മറ്റുള്ളവരെ വിധിക്കരുത്, അവരോട് ക്ഷമിക്കുക. ഇതൊക്കെ കേട്ടപ്പോൾ അവിടെ ഇരുന്നവർ പലരും മനസ്സിൽ വിചാരിച്ചു, ഹേയ് അല്ലല്ലോ, ഈ വചനം എനിക്കുള്ളതൊന്നുമല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അവർ എന്തൊക്കെയാണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും ഈശോ അത് പുറത്തു കാണിക്കാതെ അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നിങ്ങളുടെ കണ്ണിൽ വലിയൊരു തടിക്കഷ്ണമുണ്ടെന്ന് ശക്തമായ ഒരു ഉദാഹരണമാണ് ഈശോ അവർക്ക് നൽകിയത്. ഈശോ പറഞ്ഞത് ശരിയാണ്. കാരണം മറ്റുള്ളവരുടെ പരാജയങ്ങൾ കാണുവാനും നമ്മുടെ സ്വന്തം പരാജയങ്ങൾ അവഗണിക്കുവാനും വളരെ എളുപ്പമാണല്ലോ. മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനും എല്ലായ്പ്പോഴും വീണ്ടും തുടങ്ങാനും പരാജയപ്പെടുന്നവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാനും നമുക്ക് പരസ്പരം സഹായിക്കാം. നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? ലൂക്ക 6:41. ഇനി നമുക്ക് കോങ്കോയിൽ നിന്നുള്ള പിയറിയുടെ അനുഭവം നോക്കാം. പിയറി പറയുന്നു, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. കളിക്കിടെ അബദ്ധത്തിൽ ഞാൻ അവൻ്റെ കാലിൽ തട്ടിപ്പോയി. അവന് എന്നോട് വല്ലാത്ത ദേഷ്യമായി. ഞാൻ അവനോട് ദയവായി എന്നോടൊന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടും അവനത് കേൾക്കാതെ എന്നോട് പിണങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ എത്രയൊക്കെ ക്ഷമ ചോദിച്ചിട്ടും എൻ്റെ ക്ഷമാപണം അവൻ സ്വീകരിക്കാതിരുന്നതിനാൽ ഞാൻ വളരെ ദുഃഖിതനും അസ്വസ്ഥനുമായി. അപ്പോൾ ഞാൻ യേശു പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചു. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. അതിനാൽ അവൻ എന്നോട് അവഗണനയായിരുന്നെങ്കിലും ഞാൻ അവനെ ചെറിയ രീതിയിലൊക്കെ എന്നെക്കൊണ്ടാവുന്നതുപോലെ സഹായിക്കുവാൻ തുടങ്ങി. ഞാൻ അവന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ എൻ്റെ വീട്ടിലേക്ക് പതിവില്ലാതെ വന്നു. സോറി എടാ, നമുക്ക് വീണ്ടും ഒരുമിച്ച് കളിക്കാം, നമുക്ക് പഴയതുപോലെ നല്ല സുഹൃത്തുക്കളാകാം എന്നും പറഞ്ഞ് അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്കും സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് വല്ലാതെ കരച്ചിൽ വന്നുപോയി. ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അന്നു മുതൽ ഞങ്ങൾ പരസ്പരം സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ചു. നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണത്തെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? ലൂക്ക 6:41. വചനമനുസരിച്ച് നമുക്കും അതുപോലെ ജീവിക്കാം.